ഒരു കാലത്ത് കേരളീയ ഭവനങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന കൈതോലപ്പായകൾ വിസ്മൃതിയിലേക്ക്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവിനൊപ്പം നെയ്ത്തു പഠിക്കുവാൻ പുതുതലമുറ തയ്യാറാകാത്തതുമാണ് പാരമ്പര്യ കുലത്തൊഴിലായ പായ നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ബേപ്പൂർ, തോണിച്ചിറ, ഫറൂഖ്, കടലുണ്ടി, കോട്ടക്കടവ്, ചെറുവണ്ണൂർ, അഴിഞ്ഞിലം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടായ തൊഴിലാളികളിൽ മിക്കവരും രംഗം വിട്ടു. പഴയ തലമുറയിലെ അവസാന കണ്ണികളായ ചിലർ മാത്രമാണ് തൊഴിലുമായി തുടരുന്നത്. ഇവർക്കാകട്ടെ ആവശ്യത്തിന് കൈതോല കിട്ടുന്നുമില്ല. തോടരികിലും വയൽക്കരയിലും തഴച്ചു വളരുന്ന കൈതച്ചെടികളുടെ ഓലകളാണ് പായ നിർമ്മാണത്തിന്റെ പ്രധാന അസംസ്കൃത വസ്തു. വയലുകളും വെള്ളക്കെട്ടുകളും നികത്തുന്നതിന് കൈതച്ചെടികൾ വെട്ടിനശിപ്പിച്ചതോടെ ഓലകൾക്ക് ക്ഷാമമായി. ദൂരസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കൈതോലകൾ കൊണ്ട് പായ നിർമ്മിച്ചാൽ അധ്വാനഫലം കിട്ടാത്ത അവസ്ഥയാണിന്ന്. പണ്ടുകാലങ്ങളിൽ വീടുകളിൽ ജനനം മുതൽ മരണം വരെയുള്ള ചടങ്ങുകൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത വസ്തുവായിരുന്നു കൈതോലപ്പായ. കുഞ്ഞുങ്ങളെ കിടത്താനും സദ്യയുണ്ണാനിരിക്കാനും ഉറങ്ങാനുമെല്ലാം കൈതോലപ്പായ നിർബന്ധമായിരുന്നു. ഉത്സവപ്പറമ്പുകളിലും ആഴ്ചച്ചന്തകളിലും കൈതോലപ്പായ വിൽപ്പനക്കാർ എത്തുന്നതും അക്കാലത്ത് പതിവാണ്. ഇന്ന് കൈതോലപ്പായയുടെ സ്ഥാനം പ്ലാസ്റ്റിക് ഷീറ്റുകളും മുന്തിയ ഇനം മെത്തകളും സോഫ സെറ്റുകളുമെല്ലാം ഏറ്റെടുത്തു. കാലം മാറിയതോടെ സാധാരണക്കാരും കൈതോലപ്പായ കൈവെടിഞ്ഞു. അധ്വാനത്തിനൊത്തു വരുമാനം ലഭിക്കാതായപ്പോൾ പായ നെയ്ത്തു കുടുംബം പുലർത്തിയവർ മറ്റു തൊഴിൽ തേടിപ്പോയി. ഏറെ ശ്രദ്ധയും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ കണ്ണികൾ പൊട്ടാതെ പായ നെയ്തെടുക്കാനാകൂവെന്ന് കുട്ടിക്കാലം മുതൽ പായ നിർമ്മാണ രംഗത്തുള്ള ബേപ്പൂർ, തോണിച്ചിറ, ചെറുകുറ്റിയിൽ കാർത്തിയായനിയും പാറച്ചോട്ടിൽ ചിന്നമ്മയും പറഞ്ഞു. കൂലിയും വരുമാനവും നോക്കാതെ പഠിച്ച തൊഴിൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണിവർ. മുറിച്ചെടുത്ത കൈതോലകൾ ഉണക്കിയെടുക്കലാണ് പായ നിർമ്മാണത്തിലെ ആദ്യഘട്ടം. ഒപ്പം ഇലയിലെ നടുമുള്ളി ചെത്തിയെടുക്കും. ഇങ്ങനെ ഒരാഴ്ചക്കാലം ഓല ഉണക്കിയാണ് ചുറ്റുമുള്ള മുള്ളു മുറിച്ചെടുക്കുക. ബലം കൂട്ടാനും പൊട്ടാതിരിക്കാനുമായി ഇലകൾ മഞ്ഞുകൊള്ളിച്ച് നാരുപോലെ ചുറ്റിയെടുത്താണ് നെയ്ത്തു തുടങ്ങുക. നല്ലൊരു പായ നെയ്തെടുക്കാൻ സാധാരണ 3 ദിവസം വരെ തുടർച്ചയായി പണിയെടുക്കണം. ഇതിനുള്ള വില കിട്ടിയില്ലെന്നതാണ് തൊഴിലാളികളുടെ മനം അടുപ്പിക്കുന്നത്. പായയുടെ മേന്മയ്ക്കനുസരിച്ചാണ് വില ലഭിക്കുക. ചെറിയ കണ്ണിയോടെയുള്ള പായയ്ക്ക് 400 രൂപ മുതലാണ് വില.